പൊതുവായിട്ട് സിവിൽ സർവീസ് മേഖലകളിലേക്കൊക്കെ ഉത്തരേന്ത്യൻ ഭാഗത്തു നിന്നും അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെയാണ് കൂടുതലായിട്ട് റാങ്ക് ലിസ്റ്റിൽ കിട്ടിയിട്ട് കുട്ടികൾ അവിടെ അക്കോമഡേറ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ മലബാറിലുള്ള വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. അപ്പം ഈ മലബാറിലുള്ള വിദ്യാർത്ഥിനികൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു അക്കാഡമിക് സ്ഥാപനം കേന്ദ്രം തുടങ്ങാൻ വേണ്ടിയിട്ട് സാറ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇതിൽ സാറിന് പരിഹാരം കാണാൻ പറ്റുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാപനം അല്ലെങ്കിൽ അങ്ങനെ ഒരു കേന്ദ്രം സാറ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റും? ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ഒരു ബാക്കിയാണ് ഇപ്പം മോള് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്. ശ്രീപർണല്ലേ പേര് പറഞ്ഞത്? ശ്രീപർണ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ഇപ്പോ ഒരു IAS ഒരു റാങ്ക് വന്നു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ ഉത്തരേന്ത്യയിൽ നിന്നാണ് എന്ന് എഴുതിയിട്ട് വിദ്യാഭ്യാസ രംഗത്ത് അവർ മുന്നോട്ട് പോയതല്ല. മറിച്ച് അതിന് അവർക്ക് IAS അവരെ പ്രാപ്തമാക്കാൻ അവർക്ക് കോച്ചിങ്ങും മറ്റ് സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ അവിടെ സംവിധാനങ്ങളുണ്ട്, കുടുംബങ്ങൾ ആ രീതിയിലുണ്ട്. പക്ഷെ കേരളത്തിൽ പ്രത്യേകിച്ച് മലബാറിലൊന്നും അതില്ലാത്തതിന്റെ ഒരു കുഴപ്പമുണ്ട്. ആ കുറവ് നമ്മൾ പരിഹരിക്കണം. ആ കുറവ് പരിഹരിച്ചുകൊണ്ട് കുട്ടികളെ സിവിൽ സർവീസിലേക്ക് കയറ്റിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ് സെന്റർ പേരിനുണ്ടായ പോലെ ഇപ്പൊ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ കീഴിൽ KT ജലീൽ മന്ത്രിയാകുന്ന സമയത്തൊക്കെ അത് പേരിന് പറയുന്നുണ്ട്. അത് പേരുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കാര്യമില്ല. കൃത്യമായി അവർക്ക് അതിന്റെ കോച്ചിങ്ങും പരിശീലനമൊക്കെ കൊടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. ഞാൻ ആഗ്രഹിക്കുന്നത് വള്ളിക്കുന്ന് മണ്ഡലത്തിന്റെ ആസ്ഥാനം എന്ന് പറയുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ തന്നെ അതിന്റെ ഒരു കേന്ദ്രബിന്ദുവാക്കിക്കൊണ്ട് അതിൽ കുട്ടികൾക്ക് ഏറ്റവും നല്ല, പ്രത്യേകിച്ച് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കമ്മ്യൂണിറ്റിയുടെ ജൂറിഡിക്ഷനിലുള്ള എല്ലാ ആളുകൾക്കും പറ്റുന്ന വിധത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഒരു സിവിൽ സർവീസ് അക്കാഡമിയോ അല്ലെങ്കിൽ സിവിൽ സർവീസ് കോച്ചിങ് സെന്ററോ ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്.